ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലുള്ള വിശ്വാസം. അപ്പം വാട്ട് ഈസ് സെൻട്രൽ ടു ക്രിസ്ത്യൻ തിയോളജി അല്ലെ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ചാടിപ്പറയും നമ്മൾ പരിശുദ്ധ കുർബാനയാണ്. കാരണം സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പരിശുദ്ധ കുർബാന എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ക്രീഡ് നമ്മൾ ചിലപ്പോൾ വായിക്കും. ഈ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം അല്ലെ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും സെൻട്രൽ ദ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി കത്തോലിസിസം എന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസമാണ്. നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വമാണ്. പക്ഷേ ഈ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആരെങ്കിലും ചോദിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ത്രിത്വം എന്നുള്ള വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ട്രിനിറ്റി എന്നുള്ള വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉപയോഗിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഇത് പറയുന്നത്, ഇങ്ങനെ ഒരു സംശയം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരും. അപ്പോൾ ഈ ഒരു ടോക്കിലൂടെ ഈ ഒരു പ്രസംഗത്തിലൂടെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഭാഗങ്ങൾ അല്ലെ ദൈവം ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ഗ്രാജുവലായിട്ടാണ് വെളിപ്പെടുത്തി തന്നത്. അപ്പം ഇങ്ങനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് അച്ഛൻ ഈ ഒരു പ്രസംഗത്തിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കാം. നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു പ്രസംഗം ആയതുകൊണ്ട് തന്നെ പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. പറ്റുന്നിടത്തോളം നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ ചൊല്ലണം. നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ നമുക്ക് കുമ്പിട്ട് വണങ്ങി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ടതിലേക്ക് കടക്കും. തെർത്തുല്യനാണ് ഈ ട്രിനിറ്റി എന്നുള്ള പദം കോയിൻ ചെയ്യുന്നത്. ഏകദേശം 3-ാം നൂറ്റാണ്ടിനോട് അടുത്ത് ഒരു സമയത്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ എഴുതി തീർന്നു. യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിച്ച വെളിപാടോടുകൂടെ വിശുദ്ധ ഗ്രന്ഥം എഴുതി തീർന്നു. അപ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ട്രിനിറ്റി എന്നുള്ള പദം വരുന്നില്ല, ത്രിത്വം എന്നുള്ള പദം വരുന്നില്ല. എങ്ങനെയാണ് ഈ ത്രിത്വം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ത്രിത്വം എന്നുള്ള പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിലും ഇല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ ത്രിത്വം എന്നുള്ള പദമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിലും ത്രിത്വം എന്ന കോൺസെപ്റ്റ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട്. നമുക്ക് ഈ ത്രിത്വം എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. ദിസ് ഈസ് നോട്ട് എ മാൻ മെയ്ഡ് തിയോളജി. മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ദൈവശാസ്ത്രമല്ല, അല്ലെ കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും മെത്രാന്മാരോ വൈദികരോ ചേർന്ന് രൂപപ്പെടുത്തിയൊരു തിയോളജി അല്ല. ദിസ് ഈസ് വാട്ട് റിവീൽഡ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവം നമ്മൾക്ക് ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിന് അല്ലെ മനുഷ്യകുലത്തിൻ്റെ അന്വേഷണത്തിന് വെളിപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം അച്ഛൻ പറയുന്നത്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഈ ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏക സത്യ ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. ദർ ഈസ് ഓൺലി വൺ ഗാഡ്. ഓക്കെ, ദർ ഈസ് ഓൺലി വൺ ഗാഡ്. ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അപ്പോൾ അത് മൂന്നായി, ഇതെങ്ങനെയൊന്ന് റിക്കൺസൈൽ ചെയ്യും? വി സേ ദാറ്റ് ദർ ഈസ് ഓൺലി വൺ ഗാഡ്, പക്ഷേ ഇത് 3 പേരെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പിതാവാണോ ദൈവം, ഈശോയാണോ ദൈവം, പരിശുദ്ധാത്മാവാണോ ദൈവം, ഇതിൽ ആരാണ് ദൈവം എന്നൊക്കെ ഒരു നമ്മളറിയാതെ തന്നെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് റെക്കൺസൈൽ ചെയ്യാനായിട്ട് നമുക്ക് പാടാണ്. അപ്പോൾ ക്രിസ്ത്യൻ തിയോളജിയിൽ നമ്മൾ ത്രിത്വമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ച് അതാണ്. ഇനി ഇതിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ പറയണം ഏകദൈവം പിതാവായ ദൈവം മാത്രമാണ് ദൈവം, ഈശോ ദൈവമല്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല, ലെസർ കോൺസെപ്റ്റ് ഓഫ് ഗോഡാണ്. അപ്പോൾ നമ്മളൊരു പയ്യനെ നമ്മൾ ആര്യനിസം എന്ന് പറയുന്നൊരു ഹെരസിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാം, ഇവർ 3 പേരും ദൈവങ്ങളാണെന്ന് പറയുകയാണ്. 3 പേരും ദൈവങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരുപാട് ദൈവങ്ങളുണ്ട്. പോളിതെയിസം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക്
നമ്മൾ പോകും. ഒരുപാട് ദൈവങ്ങൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് 3 ദൈവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും പോളിതെയിസത്തിൻ്റെയും മോണോതെയിസത്തിൻ്റെയും ഏറ്റവും പ്രൈമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഫ്യൂഷൻ ആണ് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കോൺസെപ്റ്റ്. ഞാനിത് പറഞ്ഞുതരാം. നമുക്ക് മോണോതെയിസമാണ്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മോണോതെയിസമാണ്. ജുഡായിസം മോണോതെയിസ്റ്റിക് റിലീജിയൻ ആണ്, ക്രിസ്ത്യാനിറ്റി മോണോതെയിസ്റ്റിക് റിലീജിയൻ ആണ്, ഇസ്ലാമും മോണോതെയിസ്റ്റിക് റിലീജിയൻ ആണ്. ഇതിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമുക്ക് മോണോതെയിസമാണ്, അതായത് ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ. പക്ഷേ ആ ദൈവം 3 വ്യക്തികളാണ്. ഇവിടെയാണ് ഇസ്ലാമാണെങ്കിൽ നമുക്ക് ആയിട്ട് ചേർന്ന് പോകാത്തത്, അല്ലെ ജുഡായിസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. നമുക്ക് ഒറ്റ ദൈവമുള്ളൂ, പക്ഷേ 3 ആളുകളിൽ. അത് പലർക്കും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും, ഞാൻ അച്ഛനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇച്ചിരി ഫിലോസഫിയും തിയോളജി ചേർന്ന ലാംഗ്വേജാണ് അച്ഛൻ സംസാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ അച്ഛൻ പറയാനായിട്ട് പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫിലോസഫിക്കൽ കോൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം നമ്മുടെ ലാംഗ്വേജ് ഒരിക്കലും ഫിലോസോഫിക്കൽ ലാംഗ്വേജ് അല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്ചറിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് സ്കോളേഴ്സ് ഒക്കെ അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പഴയ നിയമത്തിലൊരു കാര്യം പറയുന്നു, ഓക്കെ ഇത് ത്രിത്വത്തിൻ്റെ സൂചനയാണെന്ന് പറയുമ്പോൾ അവർ പറയും അതെങ്ങനെയാണ്, പഴയ നിയമം എഴുതിയ കാലഘട്ടത്തിൽ ത്രിത്വം ഇല്ല, അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും പഴയ നിയമം എഴുതിയ ഓദർ, അതിപ്പോൾ മോശ ആയാലും ദാവീദ് ആയാലും ആരായാലും എഴുതിയ ആൾക്ക് എന്തറിയത്തില്ല, ഇത് ത്രിത്വത്തിൻ്റെ കോൺസെപ്റ്റ് അറിയത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് ത്രിത്വമാവുക, ഇതെങ്ങനെയാണ് ത്രിത്വമാവുക? അങ്ങനെ ഒരു സംശയമൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇതിൽ നമ്മൾ സ്വീകരിക്കുന്ന, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന മെത്തേഡ് ഇപ്രകാരമാണ്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം മനസ്സിലാക്കുക, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലാണെങ്കിലും ഇതിന് 2 ഓദറുണ്ട്. ഒന്ന് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ഓദർ. രണ്ടാമത്തെ ഓദർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ എഴുതിയപ്പോൾ ഈ എഴുതിയ കാര്യങ്ങൾ മുഴുവൻ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി എന്ന് നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. ഉദാഹരണത്തിന് യേശയ്യാ പ്രവചനങ്ങളുടെ 53-ാമത്തെ അധ്യായത്തിലെ സഹനദാസൻ യേശയ്യാ പ്രവചകൻ ഇത് എഴുതിയ സമയത്ത് നമ്മൾ വാശി പിടിക്കരുത്. ഓക്കെ, യേശയ്യാ പ്രവചകൻ ഈശോയെ കണ്ട് ഈശോയെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് ഇത് എഴുതിയതെന്ന് വാശി പിടിക്കരുത്. അല്ലെങ്കിൽ സങ്കീർത്തനം 22-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ഭാഗം, എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുള്ള ആ ഭാഗം, നീതിമാന്റെ സഫറിങ്ങിനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്തെക്കുറിച്ച് ദാവീദ് അത് എഴുതി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വാശി പിടിക്കരുത്. ശരിയാണ്, ദാവീദ് കൺമുൻപിൽ ഈശോയെ കണ്ട് ഇത് ഈശോയാണെന്ന് 100% മനസ്സിലാക്കിയാണ് ഇത് എഴുതിയതെന്ന് നമ്മൾ വാശി പിടിക്കരുത്. അല്ല, അദ്ദേഹം ഇത് എഴുതിയ സമയത്ത് പരിശുദ്ധാത്മാവിന് എന്താണ്, അതിലും വലിയ ചിന്തകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു തോട്ട് ആ സമയത്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അല്ലെ, യേശയ്യായുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവ രക്ഷാകര കർമ്മത്തിൽ സ്ലോലി ഇത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? വി ലുക്ക് ബാക്ക്വേർഡ്. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ, പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നു. ഇപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇന്ന സ്ഥലത്തൊക്കെ ചില സൂചനകൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതെല്ലാം ദൈവം നമ്മൾക്ക് വേണ്ടി പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. ഇത് ഒരു ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷന് വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം, ത്രിത്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിലാണെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് വേണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ എഴുതപ്പെട്ട ഈ പഴയ നിയമത്തിൽ ഏകദൈവ വിശ്വാസം വളരെ ശക്തമായിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ എഴുതപ്പെട്ട ഈ പഴയ നിയമത്തിൽ വേറെ ചില വ്യക്തികൾ, ചില പരാമർശങ്ങൾ, ചില പ്ലൂരാലിറ്റികൾ, മൾട്ടിപ്പിൾ പേഴ്സൺസ്, ചില വ്യക്തികൾ
അധികമായി കടന്നു വരുന്നു, ചില പ്ലൂരാലിറ്റികൾ വരുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക? ഇതെങ്ങനെയാണ് ത്രിത്വമായി മാറുന്നത്? അതാണ് നമ്മൾ ആദ്യം കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തോട്ട് തുടങ്ങുകയാണ്. നോക്കി, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ക്രിയേഷനെ കുറിച്ച് കാണുന്നത്, സൃഷ്ടികർമ്മത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഈ സൃഷ്ടികർമ്മത്തിൽ 1-ാം അധ്യായം 1 തൊട്ട് തുടങ്ങുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവമായിട്ട് ചെയ്തു. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളാണ് പച്ച വായിച്ചത്. അപ്പൊ ഇതില് 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. 3 വാക്യത്തിൽ നമ്മൾ 3 കാണുന്നു. 1-ാമത്തെ കാര്യം, ആദിയിൽ ദൈവം. അപ്പൊ ദൈവം എന്നുള്ളൊരു പരാമർശം അവിടെ വന്നു. ഇനി അടുത്ത് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ദൈവത്തിന്റെ ചൈതന്യം. 3, ദൈവം അരുൾ ചെയ്തു. ദൈവത്തിന്റെ വചനം. അപ്പൊ നോക്കി, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ സൃഷ്ടികർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണത്തിന്റെ സമയത്ത് തന്നെ ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ വാക്ക്, ഈ 3 യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറയാണ്. അപ്പൊ ഈ 3 യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത് എന്താണ്? രൂപരഹിതമാണ്, ഫോംലെസ്, രൂപരഹിതമാണ്. പിന്നെ എന്താണ്? വോയിഡ്, എംപ്റ്റിനെസ് ആണ്. പിന്നെ എന്താണ്? ഡാർക്ക്നെസ് ആണ്, ഡീപ്പ് ആൻഡ് ഡാർക്ക്. ഇതെല്ലാം എന്താണ്? ഇത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ലാംഗ്വേജിൽ വേറെ കൈൻഡ് ഓഫ് നെഗറ്റീവ് റിയാലിറ്റീസ് ആണ്. 1, ഫോംലെസ്നെസ്, രൂപമില്ലാത്ത അവസ്ഥ. 2, ശൂന്യമായ അവസ്ഥ, എംപ്റ്റിനെസ് ആണ്, ശൂന്യമായ അവസ്ഥ. 3, ഡാർക്കാണ്, അന്ധകാരമാണ്, ആഴിയാണ്, അന്ധകാരമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ എന്തുമാത്രമേ നിലനിൽക്കുന്നുള്ളൂ? സൃഷ്ടികർമ്മത്തിന് മുമ്പ് എന്ത് മാത്രമേ ഉള്ളൂ? ദൈവത്തിന്റെ ചൈതന്യം, അതായത് ദൈവത്തിന്റെ സ്പിരിറ്റ്, ആത്മാവ്, മൈറ്റി വിൻഡ് ഓഫ് ഗോഡ്. ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ്, അല്ലെ ദൈവത്തിന്റെ കാറ്റ്. 3-ാമത്തതോ ദൈവത്തിന്റെ വചനം. അപ്പൊ ഇവിടെ സൃഷ്ടികർമ്മത്തിന് മുൻപ് തന്നെ, എല്ലാം ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം ഇതാണ്. ഈ മൂന്നെണ്ണമുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ അവൻ എല്ലാത്തിനേക്കാളും മുൻപുള്ളവനാണ്, എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. യോഹന്നാൻ ശ്ലീഹയും പറയുന്നു. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ, ഇൻ ദ ബിഗിനിങ്, ആദിയിൽ ദൈവം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഓക്കെ, വചനം ദൈവമായിരുന്നു. അപ്പൊ നോക്കിയാൽ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യം കാണുന്നു. ഇത് അടുത്ത് തന്നെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ്. 3-ാമത് കാണുന്നത് ദൈവത്തിന്റെ വചനം. യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആ വചനം എന്തായിരുന്നു? ആ വചനം ദൈവമാണ്. ദൈവമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് പെട്ടെന്നൊരു കൺഫ്യൂഷൻ, വചനം ദൈവം, പിന്നെ ദൈവം എന്ന് നമ്മൾ കാണുന്നു ദൈവത്തിന്റെ ചൈതന്യം. അപ്പൊ 3 ദൈവമുണ്ടോ? പക്ഷെ 3 ദൈവമില്ല. ഒരു പെർഫെക്റ്റ് പ്ലൂരാലിറ്റി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്. അവിടുത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ ഈ ഒരു പെർഫെക്റ്റ് യൂണിയനെ സൂചിപ്പിക്കുകയാണ്. ഇനി പ്ലൂരാലിറ്റി ഇല്ല എന്ന് പറയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ അബ്രാഹുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു യാത്ര മുൻപോട്ട് പോകാം. പിന്നെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അതുള്ള അപ്പൊ ദൈവം പറയുകയാണിത്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. അപ്പൊ ദൈവം ഏകനാണ്. അപ്പൊ ദൈവം പിന്നെ ഇത് ആരോടാണ് ഈ പറയുന്നത്? നമുക്കെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. ഒന്നെങ്കിൽ ദൈവം എന്തായിരിക്കും? മാലാഖമാരെ കുറിച്ചായിരിക്കും ദൈവം പറയുന്നത്. മാലാഖമാരോട് പറയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചാലോ? മാലാഖമാര് ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം അങ്ങനെ പറയാൻ. പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ ആക്റ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ദൈവമാണ്. വേറെ സൃഷ്ടികൾ അതിലില്ല. വേറെ സൃഷ്ടികളെ ദൈവം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും അങ്ങനത്തെ ഒരു പരാമർശം കാണുന്നില്ല. മാലാഖമാരെക്കാൾ അല്പം താഴെയായെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. പക്ഷേ ഈ മാലാഖമാരെ പോലും മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള രീതിയിലാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? മനുഷ്യൻ മാലാഖമാരുടെ സാദൃശ്യത്തിലാണ്. അപ്പൊ അത് പറ്റില്ല.
പിന്നത്തെ ഒരു സാധ്യതയുള്ളത് നമ്മുടെ മാർപ്പാപ്പമാർ പറയുന്നത് പോലെ, അല്ലെ പഴയ രാജാക്കന്മാരൊക്കെ പറയുന്ന പോലെ നോം ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഉള്ള ഈ നോം എന്നുള്ള ഇത് അങ്ങനെ. പക്ഷേ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഇത് ഹീബ്രു ലാംഗ്വേജിലാണ് ഇത് എഴുതപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവിടെ ശരിക്കും എന്താണ്, അങ്ങനത്തെ ഒരു നോം പ്രയോഗം അവരുടെ ഇടയിലില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്ലൂരാലിറ്റി? ദൈവത്തിൻ്റെ അകത്ത് തന്നെ ഒരു പ്ലൂരാലിറ്റി കാണുന്നത്, ദൈവത്തിൻ്റെ അകത്ത് തന്നെ, ദൈവത്തിൻ്റെ പുറത്തല്ല, ദൈവത്തിൻ്റെ അകത്ത് തന്നെ ഒരു പ്ലൂരാലിറ്റി കാണുകയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മളിപ്പം മനസ്സിലാക്കുമ്പം ഒരു പക്ഷേ പിതാവായ ദൈവം പുത്രനായ ഈശോയോടും പരിശുദ്ധാത്മാവരോട് ചേർന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം, നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കുന്നത് നമുക്ക് വസിക്കാൻ അവൻ്റെ ഹൃദയത്തിൽ ഒരിടം, അവൻ്റെ ഹൃദയം, അവൻ്റെ രൂപം, അവൻ്റെ കോൺഷ്യസ്നെസ് അത് നമ്മുടെ ഛായയിലായിരിക്കട്ടെ. ആ സ്വാതന്ത്ര്യത്തോടെ ആ ഒരു ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവോടുകൂടെ നമുക്ക് അവനെ സൃഷ്ടിക്കാമെന്ന് ദൈവം പറയാണ്. എന്നിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനയുകയും തൻ്റെ ശ്വാസം അവന് കൊടുക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന് എല്ലാത്തിൻ്റെ മേലുള്ള അധികാരത്തിൻ്റെ പങ്കും കൂടെ എന്ത് ചെയ്യാണ്? മനുഷ്യന് ദൈവം കൊടുക്കുകയാണ്. ഒന്നോർത്തേക്ക് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും, അപ്പം അപ്പോൾ ഒരു പ്ലൂറൽ വാക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അകത്ത് തന്നെ എന്തുണ്ട്? ഒരു പ്ലൂരാലിറ്റി ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു സൂചന നമുക്ക് കിട്ടുകയാണ്. ഇനി നമ്മൾ വേറൊരു ഇത് കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നല്ലൊരു ഭാഗമുണ്ട്. അച്ഛനെ ഇച്ചിരി അടുത്ത് ഒരു സമയമെടുത്ത് നമുക്ക് അച്ഛനെ വ്യാഖ്യാനിച്ചു തരാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മാമ്രയുടെ ഓക്കുമരത്തോപ്പാണ് വിഷയം. 18-ാമത്തെ അധ്യായമാണ്. 18-ാമത്തെ അധ്യായത്തിൽ മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ എങ്ങനെയാണ് ഇത് വരുന്നത് നമുക്കൊന്ന് നോക്കാം. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. ശ്രദ്ധിക്കണം, കർത്താവ് ഇംഗ്ലീഷ് എന്താണ്? ദ ലോർഡ്. ഓക്കെ, ദ ലോർഡ്. ഈ ലോർഡ് എന്നുള്ള പദം പുതിയ നിയമത്തിൽ ആർക്കാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? പുതിയ നിയമത്തിൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ എടുത്താൽ ഈശോയെ പൗലോസ്ലിഹ എന്നാണ് കർത്താവ് എന്നാണ് വിളിക്കുന്നത്. കർത്താവ് എന്ന് വിളിക്കുന്നത്. ഈശോ തന്നെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല. അപ്പൊ നോക്കിയാൽ പഴയ നിയമത്തിലൊരു പദമാണ് ഈ കർത്താവ് എന്നുള്ള പദം. അത് ഈശോ എന്താണ്? കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കണം. പിന്നെ ഈശോ പറയാണെന്ത്? നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു. ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. ഞാൻ കർത്താവാണ്. ഐ ആം ദ ലോർഡ്. ഈ ഒരു പ്രയോഗം എവിടെയാണ് കാണുന്നത്? ഐ ആം ദ ലോർഡ് യുവർ ഗോഡ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായിരുന്നു. ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന സമയത്ത് എലിസബത്ത് എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് പറയുന്നത്. ഓർക്കണേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ അദോനായി, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അപ്പോൾ പരിശുദ്ധ അമ്മേനെ എന്താണെന്ന് വിളിക്കുന്നത്? കർത്താവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുകയാണ്. അതിന് കാരണം എന്താണ്? പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ദൈവമുണ്ട്. നോക്കി എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ഇതെല്ലാം ഒന്ന് നെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇനി മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. അബ്രാഹത്തിൻ്റെ കൂടെ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് വായിക്കാം കേട്ടോ, പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇതൊരു ലോങ് ടോക്ക് ആയിരിക്കും. വിശുദ്ധ ഗ്രന്ഥം മുഴുവനൊന്ന് അത്യാവശ്യം നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അച്ഛനൊന്ന് ചില സ്പീഡിലൊക്കെ പോകും, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പം അബ്രാഹാം തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരായി വരുന്നത് കണ്ടു. ഓക്കെ, ശ്രദ്ധിക്കണേ, 3 ആളാണ് വരുന്നത്. അവരെ കണ്ടു. അപ്പോൾ പ്ലൂറിലാണ്. അവരെ കണ്ടു. അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽക്കാൻ ഓടിഞ്ഞത് നിലം പറ്റ അവരെ വണങ്ങി. അബ്രാഹാം അവരെ വണങ്ങുകയാണ്. എന്നിട്ട് അബ്രാഹാം പറയുന്നതാണ് ശ്രദ്ധിക്കണ്ടേ. അബ്രാഹാം പറയാണ്, യജമാനനെ. അബ്രാഹാം പറയാണ് യജമാനനെ. ഇത് സിംഗുലറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പ്ലൂരാലിറ്റി ഉണ്ട്, പക്ഷെ ദൈവങ്ങളെ എന്ന് വിളിക്കരുത്. ദൈവമേ, കർത്താവേ. ഇവിടെ അബ്രാഹാം വിളിക്കാണ് യജമാനനെ. ഓർത്ത് നോക്കി, 3 പേര് നിൽക്കുന്ന അബ്രാഹാം കണ്ടു. വിശുദ്ധ ഗ്രന്ഥം കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് 3 പേരുണ്ടെന്നുള്ളത്. പക്ഷെ അബ്രാഹാം അവരെ വിളിക്കുന്നത് എന്താണ്? യജമാനനെ. നിങ്ങൾ വിചാരിക്കരുത് ഇത് ഉറക്കിപ്പിച്ച് വന്നിട്ട് ആണ് വിശുദ്ധ ഗ്രന്ഥം എഴുതിയ ആൾ ആ സമയത്ത് നല്ല ഉറക്കിപ്പിച്ചിരുന്ന് എഴുതിയതാണെന്ന്. അങ്ങനെ ഈ ഒരു കുറച്ചു നേരം പ്ലൂറൽ വരുന്നു, കുറച്ചു നേരം സിംഗുലർ വരുന്നു. ആ 3 പേരെ കണ്ടു കഴിയുമ്പോൾ അബ്രാഹാം അവരെ യജമാനന്മാരെ എന്ന് വിളിക്കുന്നതിന് പകരം യജമാനനെ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അഭിസംബോധന ചെയ്യുമ്പം അങ്ങ്, സിംഗുലർ, അങ്ങ് എന്ന അഭിസംബോധനയൊക്കെ ചെയ്യുന്നു.
ഇത് ഉറക്കപ്പിച്ചിൽ എഴുതിയതുകൊണ്ടല്ല. നോക്കിയേ, പരിശുദ്ധാത്മാവ് ഈ ഒരു മഹാരഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി കാലഘട്ടത്തിലൂടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്തതാണ്. അപ്പോൾ എഴുതിയ ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയ ആൾക്ക് ഇത് ത്രിത്വമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്കിന്ന് ഇതറിയാം. കാരണം ഈ രഹസ്യം ഈശോയിലൂടെ സഭയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അവൻ പറഞ്ഞു, യജമാനനെ അങ്ങ് എന്നിൽ സമൃദ്ധനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. എന്നിട്ട് ഈ ദാസന്റെ അടുക്കൽ നിങ്ങൾ വന്നു നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടു. അപ്പം വീണ്ടും അബ്രാഹത്തെ എന്താണ് 3 പേരായിട്ട് തന്നെ കാണുകയാണ്. ഞാൻ കുറെ അപ്പം തരാം, നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനായിട്ട് പറയുകയാണ്. എന്നിട്ട് അബ്രാഹം ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ്, പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? അപ്പൊ അവർ ചോദിച്ചു. അപ്പൊ അബ്രാഹം ഇത് കേൾക്കുമ്പോൾ ഇവരെന്താണ്, ഇത് വചനം എഴുതുമ്പോൾ എന്താണ്, അവർ അബ്രാഹത്തോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ. ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് 1 2 3 സ്റ്റാർട്ട്. നിന്റെ ഭാര്യ സാറ എവിടെ? അങ്ങനെ ചോദിച്ചതാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചോദിച്ചതല്ല. അതായത് അവരിൽ ഒരാൾ പറഞ്ഞാലും അതെല്ലാവരും പറയുന്നത് പോലെ മനസ്സിലായി. അതായത് അപ്പം പറഞ്ഞാലും പുത്രൻ പറഞ്ഞാലും പരിശുദ്ധാത്മാവ് പറഞ്ഞാലും അവർക്ക് അവരുടെ വാക്കുകളിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. പറയുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കി, ഈ ഒരു ഡിഫറൻസ് 3 പേര് വരുമ്പോൾ, അല്ലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 4 5 6 പേര് വരുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ആണ്. പക്ഷെ ഇവിടെ ഈ 3 പേര് വരുമ്പോൾ എന്താണ്, ഇവർ പറയുന്നത് ഒരുമിച്ചാണ്. ഇനി അടുത്ത് അവർ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയാണ്, കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിച്ചു വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അതാ നടക്കുന്നത്. അവർ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വാക്യത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തിരിച്ചു വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് വരും. അപ്പൊ നോക്കിയേ, ദ മിക്സ് ഓഫ് പ്ലൂരാലിറ്റി ആൻഡ് ദിസ് ഇൻഡിവിജ്വാലിറ്റി, ഇതിങ്ങനെ ശരിക്കും നല്ലതുപോലെ വരുന്നുണ്ട്. ദൈവം, കർത്താവ്, ഞങ്ങൾ അല്ലെങ്കിൽ അവർ, ഇതെല്ലാം ഈ 3 പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതിങ്ങനെ ഇടകലർത്തി ഉപയോഗിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കാണപ്പെടുന്ന അപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നില്ലേ? ഈ കൺഫ്യൂഷനാണ് ത്രിത്വത്തിന്റെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അബ്രാഹത്തിനുണ്ടായ അതേ കൺഫ്യൂഷനാണ് ഇപ്പോൾ നമുക്കുള്ളൂ. നോക്കുമ്പോൾ 3 പേരുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരുപോലെ തന്നെ ഇരിക്കുന്നു. പറയുമ്പോൾ ഒരുപോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ 3 ആളുകളായിട്ട് കാണപ്പെടുന്നുമുണ്ട്. എന്നാൽ അവർക്ക് ഒരേ അഭിപ്രായം ഉള്ളൂ താനും. ഒരേ വാഗ്ദാനമാണ് അവർ പറയുന്നത്. ഇവരുടെ ഇടയിൽ തർക്കങ്ങളോ വഴക്കുകളോ ഒന്നുമില്ല. നോക്കി എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് നോക്കി. എന്നിട്ട് ഇവരിത് സാറയോട് പറഞ്ഞപ്പോൾ സാറ എന്ത് ചെയ്യാണ്? സാറ ചിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി ഇതെങ്ങനെ സംഭവിക്കും, തനിക്കിനി കുഞ്ഞുണ്ടാവുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത്. വേറൊരു കണക്ഷൻ കൂടെ ഉണ്ട്, അതിനാ പറഞ്ഞുതരാം. എന്നിട്ട് 18-14 നല്ലൊരു വാക്യാണ്, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർത്ത് നോക്കിയേ. കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഇതെവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇതേ ഒരു കാര്യമാണ്. അതായത് ഈ 3 വ്യക്തികൾ പിന്നെ നമ്മൾ ഇതുപോലെ കാണുന്നതാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത്. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വെറുതെ ഒരു ഇതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഒത്തിരി സമയമില്ല ഡീപ്പായിട്ട് പോകാൻ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു പ്രസംഗം പറയുമ്പോൾ അച്ഛനത് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയാണ്, ഒരു ദൂതൻ 26 ലൂക്ക 1:26 തൊട്ടാണ്, ദൂതൻ ദൈവത്താൽ അയക്കപ്പെട്ടു. അപ്പം നോക്കിയേ, ദൈവം എന്നുള്ള പരാമർശം അവിടെ വന്നു. എന്നിട്ട് ഇവിടെ മാമറയുടെ ഓക്കുമരത്തോപ്പിൽ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? കർത്താവ് എന്നുള്ള പദമാണ്. കർത്താവ്. ഇവിടെ ദൂതൻ വന്നിട്ട് പറയുന്നത് എന്താണ്? കർത്താവ് നിന്നോട് കൂടെ. കണ്ടോ, കർത്താവ് നിന്നോട്. അപ്പൊ ദൂതൻ എന്നുള്ള പരാമർശമായി, ദൈവം എന്നുള്ള പരാമർശമായി, കർത്താവ് നിന്നോട് കൂടെ. അബ്രാഹത്തോടും സാരയോടും കൂടെ വന്നു ഇതാ കർത്താവ് മറിയമേ നിന്നോട് കൂടെ. എന്നിട്ട് അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു മംഗളവാർത്ത കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സംശയം ഉണ്ടാവുകയാണ്. സാറയെ പോലെ അമ്മ ചിരിക്കുന്നില്ല, പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? വൃദ്ധയായി എനിക്കിത് എങ്ങനെ സംഭവിക്കുന്നു സാറ വിചാരിക്കുന്നു. പരിശുദ്ധ അമ്മ, പുരുഷനെ അറിയാത്ത എനിക്കിത് എങ്ങനെ സംഭവിക്കുന്നു പരിശുദ്ധ അമ്മയും വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ രണ്ടും എന്താണ്? ഒരു കുഞ്ഞിനെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. രണ്ടും ഒരു കുഞ്ഞിനെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ എന്തുണ്ട്? ഈ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുമ്പോൾ എന്തുണ്ട്? അത്യുന്നതൻ. കണ്ടോ, ദൈവത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ദൈവം എന്നുള്ള വാക്ക് വന്നു, പിന്നെ അത്യുന്നതൻ ദൈവത്തെ സൂചിപ്പിക്കും. ഇനി അത്യുന്നതന്റെ പുത്രൻ, അത് ഈശോയെ സൂചിപ്പിക്കും. പുത്രൻ എന്നുള്ള ഇത് വന്നു. പിന്നെ എന്താണ്?
പരിശുദ്ധൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കും. ആ വാക്യം അച്ഛൻ വായിക്കാം. ദൈവത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ. നോക്കി, ഈ 3 വ്യക്തികളും അത്യുന്നതൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പുത്രൻ. നോക്കി, ഈ 3 വ്യക്തികളും വളരെ വ്യക്തമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഇത് തന്നെയാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ മാമ്രയുടെ ഓക്കുമരത്തിൻ്റെ തോപ്പിലും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിയാൽ ഈ 3 വ്യക്തികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇങ്ങനെ പാരലായിട്ട് എത്ര മനോഹരമായിട്ടാണ് വരുന്നത് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് ഇത് വരുന്നത് നോക്കിയേ. അപ്പം നമ്മളതൊന്ന് ഒന്നുകൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോകണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊന്ന് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് അവർ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അബ്രാഹുമായിട്ട് മുഖാമുഖം സംസാരിച്ച് വർത്താനം പറഞ്ഞ് ഇവരെ അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇവർ ഇവിടെ നിന്ന് എഴുന്നേറ്റു. ഇനി ഇതിൻ്റെ വേറൊരു കണക്ഷൻ ഉണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. നല്ലൊരു കണക്ഷനാണത്. യോഹന്നാൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായമാണ്. നിങ്ങൾ ഇടയ്ക്കൊന്ന് വായിക്കണം. ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ച് നല്ലൊരു ഇതാണ്. അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ഇതാണ്. 8-ാമത്തെ അധ്യായം 48 തൊട്ടാണ്. പക്ഷേ ഇനി അടുത്ത 56-ാമത്തെ വാക്യം അച്ഛനൊന്ന് വായിക്കാണ്. എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ, എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു, അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ഓക്കെ, എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു, അവൻ അത് കണ്ടു സന്തോഷിക്കുകയും ചെയ്തു. ഈശോ ഇത് പറയുന്ന സമയത്ത് അബ്രാഹം എവിടെയാണ്? അബ്രാഹം അന്നേരത്തേക്ക് മരിച്ചുപോയി. അബ്രാഹം ഷയോളിലാണ്, പാതാളത്തിലാണ് അബ്രാഹം ഉള്ളത്. അപ്പോൾ അബ്രാഹം ഇപ്പോഴും കണ്ട കാര്യമല്ല ഈശോടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഇത് വേറെ രീതിയിലും വായിക്കാമെന്ന് പറഞ്ഞ് POC ബൈബിളിൽ നമുക്ക് ഫുട് നോട്ട് ഉണ്ട്. അത് ഇപ്രകാരമാണ്: അബ്രാഹം നിന്നെ കണ്ടിട്ടുണ്ടോ എന്നാണ്. നീ അബ്രാഹത്തെ കണ്ടിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പാഠം, അബ്രാഹം നിന്നെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു ചോദ്യം, അബ്രാഹം നിന്നെ കണ്ടിട്ടുണ്ടോ? എപ്പോൾ കണ്ടിട്ടുണ്ട്? ഉണ്ട്, മാമറയുടെ ഓക്കുമരത്തോപ്പിൽ ഞാൻ ചെന്നിരുന്നപ്പം അബ്രാഹം എന്നെ കണ്ടിട്ടുണ്ട്. അബ്രാഹം എന്നെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈശോ പറയുന്ന വാക്യമാണ്, അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, ഇവിടെ ശരിക്കും പറഞ്ഞാൽ അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഈശോ കണ്ടപ്പോൾ, ഇപ്പോൾ അച്ഛനിൽ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ അബ്രാഹത്തിന് മുൻപുണ്ട്, അബ്രാഹം എന്നെ കാണാമെന്ന് വിചാരിച്ചിരുന്നു, അവൻ കണ്ടു, ആ വാഗ്ദാനം അവൻ കേട്ടു. അതാണ് പരിശുദ്ധ അമ്മയിൽ നിറവേറിയ വാഗ്ദാനം. ഒരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞിലൂടെ ലോകമെമ്പാടുമുള്ള സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ആ ജനിക്കാനിരിക്കുന്ന ആ കുഞ്ഞ് സാറയുടെ കുഞ്ഞല്ല അബ്രാഹമേ, ആ കുഞ്ഞ് ഞാനാണ്. ഈശോ തന്നെ അബ്രാഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? ആ ത്രിത്വം കർത്താവ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, എത്ര മനോഹരമായിട്ടാണ് വിസ്തീർണത്തിൽ ഇതിങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് നോക്കുക. ഈ ഒരു പ്ലൂരാലിറ്റി ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് പറയുന്ന മാലാഖമാരുടെ പരാമർശമുണ്ട്. ഇത് മാലാഖമാരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ അത് പറയുമ്പോൾ മാലാഖമാരാണ്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതിയ ഗ്രന്ഥകാരൻ അങ്ങനെ മനസ്സിലാക്കാനേ പറ്റൂ. അത്രമാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ആ എഴുതിയ ഗ്രന്ഥകാരൻ്റെ മനസ്സല്ലേ ഹൃദയം തുറന്നിട്ടുള്ളൂ. ഇത് നമ്മൾ കാണുന്ന പുറപ്പാടിൻ്റെ പുസ്തകമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുമ്പം അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്താണ്? മുൾപ്പടർപ്പ്. അപ്പം കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നു. അച്ഛനൊന്ന് വായിക്കുകയാണ്. മുൾപ്പടർപ്പത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ? പക്ഷെ വിളിച്ചത് ആരാണ്? വിളിച്ചത് ദൈവമാണ്. അപ്പോൾ ദാറ്റ് സോർട്ട് ഓഫ് പ്ലൂരാലിറ്റി. ഓക്കെ, ഇത് ശരിക്കും ദൈവമാണോ? 1-2 വ്യക്തികളെ പക്ഷെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക്, പഴയ നിയമത്തിൽ ഒത്തിരി 1-2 കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ കർത്താവിനോട് അരുൾ ചെയ്തു. സങ്കീർത്തന ഗ്രന്ഥത്തിലാണ് ഈ ഒരു വാക്യം നമ്മൾ കാണുന്നത്. കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതകീടമാക്കുവോളം. അത് 110-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു.
ദ ലോർഡ് സ്പോക്ക് ടു മൈ ലോർഡ് അദോണായി. യാഹ്വേ അദോണായി, യാഹ്വേ അദോണായി. അപ്പോൾ ശരിക്കും ഇതാ കർത്താവ് എന്നുള്ള പറയാം. അപ്പോൾ പ്ലൂരാലിറ്റി അല്ലേ, കർത്താവ് ഞാൻ അവനോട് പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരായില്ലേ ഓൾറെഡി, രണ്ടുപേരിപ്പോൾ അവിടെ ഓൾറെഡി ആയി. അപ്പോൾ ഒന്നോർത്ത് നോക്കിയേ, ഇത് മനോഹരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയും കർത്താവിൻ്റെ കർത്താവ്. അപ്പോൾ ഇതൊരു സൂചനയാണ്. ഇത് മാത്രമല്ല, യേശയ്യാ പ്രവചനങ്ങളിൽ എന്താണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള നല്ലൊരു പരാമർശത്തിൽ പറയുന്നത് എന്താണ്, ദൈവമെന്ന് വിളിക്കപ്പെടും എന്നും കൂടെ ഒരു പരാമർശം. വിസ്മയനീയനായ ഉപദേഷ്ടാവ് ദൈവം എന്ന് വിളിക്കപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാണ് നമ്മൾ കാണാം. ഞാൻ അതൊന്ന് ഇപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നതാണ്. ഞാനൊന്ന് തപ്പിയെടുക്കാം, കിട്ടിയാൽ ഉടനെ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതാ, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു പുത്രൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. നോക്കിയേ, വിസ്മയനീയനായ ഉപദേഷ്ടാവ്. ഇതിനെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണ്, ഞാൻ പോയി കഴിയുമ്പോൾ അവൻ വന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ എന്താണെന്ന് വിളിക്കുന്നത്, അഡ്വക്കേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതവിടെ വരുന്നത് വിസ്മയനീയനായ ഉപദേഷ്ടാവ്. ഇനി ശക്തനായ ദൈവം. ആ ശിശു ആരാണ്? ശിശു ഒരു ദൈവമാണ്. ജനിക്കുന്ന ശിശു ദൈവമാണ്. ഇനി അടുത്തത് നിത്യനായ പിതാവ്. നിത്യനായ പിതാവ്, അപ്പൻ എന്ന് വിളിക്കണം, പിതാവ് എന്ന് വിളിക്കണം. ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കും, ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇനി അടുത്ത് സമാധാനത്തിൻ്റെ രാജാവ്, കിങ് ഓഫ് ശലേം, കിങ് ഓഫ് ശലോം. ആരാണത്? ഈശോയാണ്. സമാധാനത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത് ഈശോയാണ്. അപ്പോൾ നോക്കിയാൽ യേശയ്യാ പ്രവചനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങളാണ് കേട്ടോ. 1 തൊട്ടുള്ള വാക്യങ്ങളാണ് അച്ഛൻ വായിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-ാം അധ്യായം 6 തൊട്ടുള്ള വാക്യങ്ങളാണ്. ഇനിയിപ്പം ഇതേപോലെ നമ്മൾ കാണുന്നതാണ്. പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈശോയുടെ മാമോദീസ നമ്മൾ കാണുകയാണ്. ഈശോയുടെ മാമോദീസയാണ്. അപ്പോൾ ഈശോയുടെ മാമോദീസയുടെ സമയത്ത് എന്താണ്, യോഹന്നാൻ്റെ അടുത്തേക്ക്, സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് മാമോദീസ സ്വീകരിക്കാൻ ചെല്ലുകയാണ്. അപ്പം സംഭവിക്കുന്ന എന്താണ്, സ്നാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം കേട്ടു. അപ്പം സ്വർഗം തുറക്കപ്പെട്ടു. ഓക്കെ, സ്വർഗം തുറക്കപ്പെട്ടു. അവിടുന്ന് എന്താണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. അപ്പോൾ ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം അവിടെയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, ഇവൻ എൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്വരം മേളിൽ നിന്ന് വേറെ വന്നു. അപ്പോൾ അത് 3-ാമതൊരാളും കൂടെ ഉണ്ട്, എൻ്റെ പുത്രൻ എന്നിവൻ വിളിക്കപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് പുത്രൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ പുത്രൻ എന്നുള്ള വാക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് എന്തും കൂടെ ഉണ്ട്, പുത്രൻ എന്നുള്ള വാക്ക് പ്രീസപ്പോസ് ചെയ്യുന്നത് എന്താണ്, പുത്രനുണ്ടെങ്കിൽ പുത്രൻ എന്തുണ്ട്, ഒരു പിതാവുണ്ട്. ഒരാളെ പുത്രൻ എന്ന് വിളിച്ചാൽ ഓക്കെ, അവൻ എന്തുണ്ട്, ഒരു പിതാവുണ്ട്. അപ്പം നോക്കിയേ, ഈ മാമോദീസയുടെ വേളയിൽ ഈ 3 പേരും കറക്റ്റായിട്ട് വെളിപ്പെടുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യം, ഈ മേഘത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാണ്. എവിടെ കണ്ടതുപോലെ, ഇതാ നമ്മൾ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ മേഘം ഇറങ്ങിയതുപോലെ മേഘത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ഈ സമാഗമ കൂടാരത്തിൽ ഇറങ്ങിയതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മുകളിലും ഈ ദൈവിക സാന്നിധ്യം ഇറങ്ങുന്നത്. മേഘത്തിൽ ഇറങ്ങുന്നത് പോലെ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആവസിക്കും എന്നുള്ളൊരു പദം വന്ന് അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ ഉടനെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ്. ഈശോ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ പിതാവിൻ്റെ സ്വരം കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന് പറയാണ്. നോക്കി, അപ്പം വിശുദ്ധ ഗ്രന്ഥത്തിലും ഇങ്ങനെ ഈശോയുടെ മാമോദീസയുടെ സമയത്ത് ഇതൊക്കെ പറയുന്നത്. ഇനി അടുത്തത്, ഈശോ ഈ ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൻ്റെ 17 തൊട്ടുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ അതിൽ ഈശോ പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ മാമോദീസ നൽകുമെന്ന് ഈശോ പറയാണ്. അതുകൊള്ളാം. ശരിക്കും ഇനി ഓരോ ക്രിസ്ത്യാനി അറിയപ്പെടുന്ന പിതാവിൻ്റെ നാമത്തിൽ, പുത്രൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, ഈ 3 നാമവും തുല്യ നാമമാണ്, ഈക്വലാണ്. ഈക്വലി ഈ ദൈവത്തോളാണ്. അപ്പോൾ അതിലൊരു സംശയമില്ല. പിതാവിൻ്റെ നാമത്തിൽ, പുത്രൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്ന് ഇന്ന് ഈശോ പറയാണ്, ഈശോ തന്നെ അത് പറയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള ചില പരാമർശങ്ങളാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യം തന്നെ അറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈശോ എന്താണ്? ഈശോ ദൈവമാണ്. ഈ വചനമാണ് എന്ത് ചെയ്യുന്നത്? മാംസം ധരിക്കുന്നത്. അതുകൂടാതെ ഈശോ പറയുന്നത് എന്താണ്? ഞാനും പിതാവും
ഒന്നാണെന്ന് ഈശോ പറയുന്നു. ഞാനും പിതാവ് ഒന്നാണെന്ന് ഈശോ പറയുന്നു. എന്നിട്ട് ഇത് ഈശോ തന്നെയാണ് പിന്നെ പറയുന്നത്, ഒരു പരിശുദ്ധാത്മ ഒരു പാരക്ലേറ്റിനെ അയക്കും. യോഹന്നാൻ 14:26 അല്ലെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 13 തൊട്ടുള്ള വാക്യത്തിൽ കാണുന്നത് ഈശോ പരിശുദ്ധാത്മാവിനെ അയക്കും എന്നുള്ള ആ ഭാഗങ്ങളാണ്. അതാണ് ഇപ്പം നമ്മൾ ഇപ്പം ജസ്റ്റ് കണ്ടത്. ഞാൻ അച്ഛനൊന്ന് ഇതൊക്കെ പറഞ്ഞു വിടുന്നുള്ളൂ. ഇനി അടുത്തത് പൗലോസിലെ കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം. പൗലോസിലെ, അതായത് അപ്പസ്തോലന്മാർക്ക് ഇത് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. പൗലോസിലെ കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 2 കൊറിന്തോസ് 13-14 നമ്മളുടെ പ്രധാനപ്പെട്ട ബ്ലെസ്സിങ്ങൾ. ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ലവ് ഓഫ് ഗാഡ് ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. അപ്പോൾ നോക്കിയോ എത്ര മനോഹരമായിട്ടാണ് പൗലോസ്ലീഹ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 പേരുടെയും പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ത്രിത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഈക്വലി പിതാവാണ് ദൈവം, ഈശോയാണ് ദൈവം, പരിശുദ്ധാത്മാവാണ് ദൈവം എന്നുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് വരികയാണ്. ഇനി അടുത്ത എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 4 തൊട്ടുള്ള വാക്യത്തിലുണ്ട് എന്താണ്, നമുക്ക് ഒരു ആത്മാവേ ഉള്ളൂ, നമുക്ക് ഒരു പിതാവേ ഉള്ളൂ, നമുക്കൊരു കർത്താവേ ഉള്ളൂ. ഒരാത്മാവ്, ഒരു പിതാവ്, ഒരു കർത്താവ്. ഓക്കെ, ഒരാത്മാവ്, ഒരു പിതാവ്, ഒരു കർത്താവ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലപോലെ സിങ്ക് ചെയ്ത് പോവുകയാണ് നല്ല ഇതായിട്ട്. ഇനി പത്രോസ്ലീഹയുടെ കാര്യത്തിൽ 1 പത്രോസ് 1:2 ദൈവത്തിൻ്റെ ഈ ഒരു 3 പേരുടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കാര്യം പരാമർശിക്കുന്നുണ്ട്. ഇനി അടുത്ത വേറൊരു കാര്യം അച്ഛൻ പറയുന്നത്, ഓക്കെ, പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇവർ 3 പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ദൈവമാണെന്ന് എവിടെയെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് പിതാവ് ദൈവമാണെന്നും പുത്രൻ ദൈവമാണെന്നും പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തരും ദൈവമാണെന്നും എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമുക്കെടുക്കാം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം അച്ഛനൊന്ന് വായിക്കാം. ഓക്കെ, 1-ാമത്തെ അധ്യായമാണ്. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയല്ല, യേശുക്രിസ്തുവിനെ അവനെ മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായ. അപ്പം പിതാവിനെ കുറിച്ച് പറയാണ്. എന്നിട്ട് 3-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവിൽ നിന്നും. അപ്പം നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും. അപ്പോൾ പൗലോസ്ലീഹ ഇവിടെ എന്താണ് പറയുന്നത്? പിതാവ് ദൈവമാണ്. ഞാനൊരു സംശയമില്ലല്ലോ. ഇനി അടുത്തത്, പുത്രൻ ദൈവമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈശോ ദൈവമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഈശോ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നമുക്കെടുക്കാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 20 ഈ ദൈവം എന്നുള്ള പദം ഒന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥലത്തുണ്ട്, പക്ഷെ ജസ്റ്റ് അച്ഛനാന്ന് പറഞ്ഞു തരുന്നുള്ളൂ. 20-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്. നമ്മുടെ തോമാസ്ലീഹയാണ് ഇതിലെ കഥാപാത്രം. തോമാസ്ലീഹ ഒരു അപ്പസ്തോലനാണ്. തോമാസ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ ഈശോയെ പുതിയ നിമിത്തം വിളിക്കുന്ന പേരെന്താണ്? കർത്താവ് എന്നാണ് ഈശോയെ വിളിക്കുന്നത്. ഗുരുവും കർത്താവാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഉദ്ധാനം ചെയ്ത് ഈശോയുടെ ഈ മുറിവുകൾ കണ്ട് ഇപ്പം ഈശോ ഉദ്ധിതനാണെന്ന് കണ്ട് ഇപ്പം തോമാസ്ലീഹ മനസ്സിലാക്കിയാണ്, ഞങ്ങളുടെ കൂടെ നടന്ന ഈ കർത്താവ് ദൈവമായിരുന്നു, ദൈവമാണ്. അത് ഏറ്റുപറയാണ്. അത് ഏറ്റുപറഞ്ഞതോടുകൂടെ എന്താണ്, ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം അവസാനിക്കുകയാണ്. പിന്നെ 21-ാമത്തെ അധ്യായം എന്താണ്? 21-ാമത്തെ അധ്യായം പിന്നീട് ഒരു യോഹന്നാൻ്റെ കമ്മ്യൂണിറ്റി കൂട്ടിച്ചേർത്തതാണ്. പക്ഷേ ശരിക്കും ആ സുവിശേഷം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ദാറ്റ് ഈസ് ദ സമ്മറി. ഓക്കെ, ഇതാ യേശു ദൈവവും കർത്താവുമാണ്. അത് ഏറ്റുപറഞ്ഞു. മനുഷ്യ ജീവിതം അത് മതി. അപ്പോൾ ഈശോ എന്താണ്? ദൈവമായിട്ട് ഏറ്റുപറയാണ്. ഇനി പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും കാണപ്പെടുന്നുണ്ടോ? ഓക്കെ, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ചൈതന്യം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എപ്പോഴും. ദൈവമായിട്ട് അല്ലാണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ ഇതിൽ തന്നെയാണ് എപ്പോഴും കാണുന്നത്. എങ്കിൽ ഒരു ചെറിയൊരു കാര്യം, 5-ാം അധ്യായമാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ 3 തൊട്ടുള്ള വാക്യമാണ്. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അനനിയാസ് വഞ്ചിച്ചു എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. എങ്ങനെയാണ് വഞ്ചിച്ചത് എന്നും കൂടി പറയുന്നുണ്ട്. എന്താണ്? കള്ളം പറഞ്ഞു. ഈ വിറ്റ് കിട്ടി മുഴുവൻ തുകയുണ്ടെന്നും, അനനിയാസും സഫറിയാണ് ആൾക്കാർ. അപ്പോൾ വിറ്റ് കിട്ടി മുഴുവൻ തുകയുണ്ടെന്ന് പറയാണ്. എന്നിട്ട് 4-ാമത്തെ വാക്യമാണ്, ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു. എങ്ങനെ? കള്ളത്തരം പറഞ്ഞു. മനുഷ്യനോടല്ല നീ ഇത് പറഞ്ഞത്, ദൈവത്തോടാണ് നീ വ്യാജം പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്താണ്? ദൈവമായിട്ട് പത്രോസ്ലീഹ അവിടെ ഈക്വേറ്റ് ചെയ്യാണ്. പരിശുദ്ധാത്മാവിനെയാണ് നീ വഞ്ചിച്ചത്, നീ ദൈവത്തെയാണ് വഞ്ചിച്ചത്, ദൈവത്തോടാണ് നീ വ്യാജം പറഞ്ഞതെന്ന് പറയണം. അപ്പോൾ നോക്കി ഇവിടെ നോക്കി എന്ത് ചെയ്യാണ്? ഈ
ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് ഒരു സൂചന വരികയാണ്. ഒരു 1-2 കാര്യങ്ങൾ അച്ഛൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഇത് ഇച്ചിരി നീണ്ടുപോയി തോന്നുന്നു അല്ലേ? സാരമില്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇനി ചില കാര്യങ്ങൾ, അതായത് പരിശുദ്ധ ത്രിത്വമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 1-2 ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ. ഒന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ത്രിത്വം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം കൃത്യമായിട്ടുണ്ട്. പിതാവ് എന്നുള്ള കോൺസെപ്റ്റ്, പുത്രൻ എന്നുള്ള കോൺസെപ്റ്റ്, പരിശുദ്ധാത്മാവ് എന്നുള്ള കോൺസെപ്റ്റ്, ഈ 3 പേരും ദൈവമാണെന്നുള്ള കോൺസെപ്റ്റ്. അതിന്റെ അർത്ഥം 3 ദൈവങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മാമറയുടെ ഒക്കുമരത്തോപ്പിൽ അബ്രഹാം അവരെ അഡ്രസ് ചെയ്ത കർത്താവ് അല്ലെങ്കിൽ അങ്ങ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ദൈവത്വമായിട്ട് ബന്ധപ്പെട്ടത് വരുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു സിംഗുലറിലാണ് വരുന്നത്. പക്ഷേ പേഴ്സൺസ്, വ്യക്തികളുടെ ഇതിൽ വരുമ്പോഴാണ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്ലൂരാലിറ്റി കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം ഇത്രയേ ഉള്ളൂ. there is only one God, but this one God is in 3 persons ആണ്, 3 വ്യക്തികളാണ്. അപ്പോൾ ഇതിലൊരു തെറ്റ് വരരുത്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അവർ ഈക്വലി ആരാധനയ്ക്ക്, സ്തുതിക്ക്, മഹത്വത്തിന് യോഗ്യമാണ്. അതുകൊണ്ട് ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആരാധന പോകുന്നത് എങ്ങോട്ടാണ്? ആ ദൈവത്വത്തിലേക്കാണ് ആ ആരാധന പോകുന്നത്, ഗോഡ് ഹെഡിനാണ് പോകുന്നത്. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, അപ്പോൾ ആ ഗോഡ് ഹെഡിനാണ് അത് പോകുന്നത്. പിതാവായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ആ ഗോഡ് ഹെഡിനാണ് ശരിക്കും അത് പോകുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ ഈ 3 വ്യക്തികളിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ എന്തുകൊണ്ടാണ് ഇത് പരിശുദ്ധ ഋതുത്വം ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന് അതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട്, അതിനെക്കുറിച്ച് അച്ഛന് വേറെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം, പ്രാക്ടിക്കാലിറ്റി ഓഫ് ട്രിനിറ്റി എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് അച്ഛൻ അത് സമയം കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം ഇത്രയും വലിയൊരു വീഡിയോ ആയതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. പക്ഷേ എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞു തരാം. ഈ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ, തന്നെ പുത്രന് നൽകുന്നത് പോലെ, പരിശുദ്ധാത്മാവിന് നൽകുന്നത് പോലെ, പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുന്ന പോലെ, പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുന്നത്. ഇതിനെയാണ് ട്രിനിറ്റേറിയൻ ലൈഫ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ കൺഫ്യൂഷൻ, ഓക്കെ, ദർ ഈസ് നോ കോൺട്രവേഴ്സി, ദർ ഈസ് നോ ഫൈറ്റ്, ദേ ആർ ബ്ലെൻഡഡ് പെർഫെക്റ്റ്ലി. ദറ്റ് ബ്ലെൻഡ് ഈസ് പെർഫെക്റ്റ്. ആ ഒരു കമ്മ്യൂണിയനിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കമ്മ്യൂണിയനാണ്. പരിശുദ്ധ ത്രിത്വത്തിലുള്ള ഈ ഒരു കമ്മ്യൂണിയൻ. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല. ഇങ്ങനെ ഒരു കമ്മ്യൂണിയൻ നമ്മളിൽ നിന്നാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദൈവത്തോടൊന്നായി തീരാനാണ് ദൈവം ശരിക്കും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു ഫാമിലി ലൈഫ് എന്താണ്? ട്രിനിറ്റേറിയൻ കമ്മ്യൂണിയനാണ്. വാട്ട് ഈസ് എ പാരിഷ്? ഒരു ഇടവക എന്താണ്? ട്രിനിറ്റേറിയൻ കമ്മ്യൂണിയനാണ്. അപ്പോൾ ഇതിന് തുരങ്കം വെക്കുന്നൊന്നും നമ്മുടെ ഇടവകയിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അവസാനത്തെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയുന്നു. പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്. സ്നേഹം എന്താണ്? എനിക്ക് തോന്നുന്ന അനുസരിച്ച് ഇംഗ്ലീഷിൽ അത്ര പരിജ്ഞാനമില്ല ഈ ഒരു കാര്യത്തിൽ. ഗ്രാമറാണ്. ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ്? ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഐ വാക്ക്, അതെനിക്കൊന്നും ട്രാൻസിറ്റീവ് വെർബ് അല്ല. പക്ഷേ ടേക്ക് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഐ ടേക്ക്, യു ടേക്ക് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. അപ്പം നമ്മൾ ദൈവത്തെ ലവ് എന്ന് പറയുമ്പം അതിനൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ദൈവം ലവ് ആണെന്ന് പറഞ്ഞാൽ ദൈവം എന്താണ്? ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിതാവ് പുത്രനെ ആഴമായിട്ട് സ്നേഹിക്കുന്നു. ഇവരുടെ ഇടയിൽ ഈ വലിയ സ്നേഹമാണ്, ദൈവിക സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ആ ഒരു സ്നേഹത്തിൽ പങ്കുചേരാണ് നമുക്ക് വിളിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഒരു സ്നേഹമാണ് ഇങ്ങനെ. ഓക്കെ, ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഈ ഒരു ദൈവിക സ്നേഹം പരിശുദ്ധാത്മാവ് എന്നെ അങ്ങോട്ട് പിതാവിലേക്കും പുത്രനിലേക്കും അങ്ങോട്ട് ബൈൻഡ് ചെയ്ത് ചേർത്ത് നിർത്തുമ്പോഴാണ്. അതൊക്കെയാണ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ ബ്യൂട്ടി അതാണ്. ഇതെല്ലാവർക്കും കിട്ടട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പിതാവിനും പുത്രനും വെച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് ഈ ഒരു പ്രസംഗം അവസാനിപ്പിക്കാം. കുമ്പിട്ട് അവിടുത്തെ ആരാധിച്ചുകൊണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എപ്പോഴും എന്നേക്കും ആമേൻ. എനിക്ക് കുരിശ് വരച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിത നിയോഗങ്ങൾ ഈശോ ഏറ്റെടുക്കട്ടെ. ആമേൻ.